ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ അടിപൊളിയൊരു പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റിയാണ്. ഇതിനു വേണ്ടി നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് കുറച്ച് ഇഞ്ചിയാണ്. അതിൻ്റെ നീര് നമ്മൾ ആദ്യം പിഴിഞ്ഞെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതൊന്ന് ചിരണ്ടി എടുത്തിട്ട് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് പിന്നെ ഞാനൊരു അരിപ്പ വെച്ചിട്ട് അതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ്. വളരെ 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ ഹെൽത്തി പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അതിൻ്റെ നീരെടുക്കാനായിട്ട് അത് ക്രഷ് ചെയ്തിട്ട് ഞാൻ അരിപ്പയിലോട്ടിട്ടിട്ട് അതിൻ്റെ അരിച്ചെടുക്കുകയാണ് ജ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ആ ജ്യൂസ് ഒരു 2 ടേബിൾ സ്പൂണോളം ജ്യൂസ് മതിയാവും. ഇത്രയും നമുക്ക് പിഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 1 കപ്പ് പാലാണ്. ഞാൻ 250 ml പാലാണ് എടുക്കുന്നത്. ഇത് അതിൻ്റെ അളവിലുള്ള പഞ്ചസാര അതിനനുസരിച്ച് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മധുരം അത്രയും വേണമെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. 250 പാൽ ഞാൻ ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക. ഇത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊരുപാട് തിളച്ച് പോകാൻ പാടില്ല. ജസ്റ്റ് ഒരു ബബിൾസ് വരുമ്പോഴത്തേക്കും നിർത്തണം. ഇല്ലെങ്കിൽ അതിൻ്റെ മൊത്തം പ്രോട്ടീൻ പോവും. നമുക്ക് ആ പുഡിങ് കറക്റ്റായിട്ട് കിട്ടില്ല. അതിനുശേഷം ഞാനൊരു ബൗളിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ജ്യൂസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇപ്പോൾ ഈ തിളപ്പിച്ച പാലുണ്ടല്ലോ ഇതിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ആ ജിഞ്ചറിൻ്റെ ജ്യൂസ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 250 ml നമ്മൾ തിളപ്പിച്ച ആ പാല് ഒരുപാട് തിളച്ച് പൊങ്ങാതെ ആ ഒരു അളവിൽ തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്യാതിരിക്കണം. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്യരുത്. മിക്സ് ചെയ്യാതെ ആ ബബിൾസൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞ് നമ്മൾ കൈ കൊണ്ട് ആ സ്പൂൺ വെച്ച് നമ്മൾ ഇളക്കി കൊടുക്കല്ലേ. എന്നിട്ട് നമ്മളൊരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു പുഡിങ് റെഡിയായി കിട്ടും. ഞാൻ അതിന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒരു പൂ പോലെ ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചേക്കുവാണ്. നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ജലാറ്റിനോ കോൺഫ്ലോറോ ഒന്നും ഇല്ലാതെ തന്നെ നല്ലൊരു പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് ജിഞ്ചറിൻ്റെ ഫ്ലേവർ വരുമ്പോൾ നല്ല അടിപൊളി ഒരു ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.